ഹായ്, മഞ്ജുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമുക്കൊരു ഡിഷ് പൊതിച്ചോറായാലോ. പൊതിച്ചോറ് തിന്നാൻ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വഴിയിൽ നമുക്കിനി കഴുകിയെടുക്കാം. തീ കുറയ്ക്കുന്നു. പൊതിച്ചോറിൽ എന്തായാലും ഒരു മുട്ട ഫ്രൈ വേണ്ടേ, മുട്ട പൊരിച്ചത് വേണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോപ്പറിലാണ് ഉള്ളി ചോപ്പ് ചെയ്യുന്നുണ്ട്. അതിന് കൂടുതൽ നമ്മുടെ ഈ ഒരു മുട്ട ഇടുന്നുണ്ട്. സോ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത്, പച്ചമുളക് എനിക്ക് എരി പൊതുവെ ഇഷ്ടമല്ല. കാന്താരി എന്നാലും ഫ്രിഡ്ജിൽ കാണും, മോളും അപ്പോൾ തന്നത്. അപ്പോൾ കാന്താരിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇതിലിട്ട് 2 ക്രിർ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഓംലെറ്റ് ആയിട്ട് നമ്മൾ മുട്ട പൊരിച്ച് വയ്ക്കണം കേട്ടോ. അടുത്ത് നമ്മൾ ബീട്രൂട്ട് പച്ചടിയാണ്, പക്ഷേ അത് ഇച്ചിരി ലിക്വിഡ് ആയിപ്പോയേ. അടുത്ത് നമ്മൾ വയ്ക്കാൻ പോകുന്നത് നമ്മുടെ നെത്തോലി മീൻ കറി പറ്റിച്ചതാണേ. നെത്തോലി മീൻ കറി നല്ല മാങ്ങയിട്ട് വെച്ച് നെത്തോലി മീൻ കറി പറ്റിച്ച് വെച്ചത്. ഓക്കെ, ഇത്ര കുറച്ച് ഐറ്റംസേ ഉള്ളൂ കേട്ടോ നമ്മുടെ പൊതിച്ചോറിൽ. ഉണ്ടൻ ചമ്മന്തിയൊക്കെ വയ്ക്കണമെന്നുണ്ടായിരുന്നു. സോ ഇവിടെ ഇപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ പോകുന്നത് ദീയക്കുട്ടിയാണ്. അവൾക്ക് ഇത്രയൊക്കെ ആഗ്രഹമുള്ളൂ. എൻ്റെ എബിനായിരുന്നെങ്കിൽ ഉണ്ടൻ ചമ്മന്തി ഇഷ്ടമാണ്. ഉണ്ടൻ ചമ്മന്തിയും പൊരിച്ച മീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കളർഫുൾ ആയാലായിരുന്നു കേട്ടോ പൊതിച്ചോറ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൊതിച്ചോറ്. പൊതിച്ചോറ് നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കഴിക്കാൻ നേരത്തെ നമുക്ക് തുറക്കുന്ന നോക്കാം.